എത്തി സായിന സായിന മോളെ അസീന അനിയത്തി സായിന അല്ലേ? ഹസീനാണ് അവിടെ നിന്നിട്ട് അസീനല്ലേ ആദ്യം വന്നത് നമ്മളെ. ഓ ഓ ഓ ആ ഹസീനയുടെ അനിയത്തിയാണോ? എന്നിട്ട് എന്താ പറഞ്ഞ? എനിക്കറിയാലോ, എനിക്ക് അസീനാനെ അറിയാലോ, എനിക്ക് സായിനാനെ അറിയാലോ. അത് രണ്ടാളും. ഇതൊന്ന് ജൂനിയറും ഒന്ന് സീനിയറും. ഓ നിങ്ങൾ നടുക്കഷ്ണവും. ഓ അതെ, സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സാധനമായിരുന്നായിരിക്കും ഇങ്ങനല്ലേ? ചിങ്ങയുടെ കൂടെ പഠിച്ചങ്ങളൊന്നും കലകർക്ക് വന്നിട്ടോ അതിന് ചോദിക്കാനും പറ്റിയ എല്ലാരും പറയും പാവമായിരുന്നു. അശ്രീഫ് അടുത്ത് ചോദിച്ചാൽ മതി. ആണോ? എന്റെ ഇപ്പോഴത്തെ ഹസീനയും പാവമാണിടാന്ന്. ഇപ്പോഴത്തെ ഹസീന പാവമാണെന്ന് ഒന്നും പറയൂലാന്ന്. അവരൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ വോയിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഹസീന ആദ്യം വന്നിട്ട് ഞങ്ങളൊന്ന് വരച്ചു വിട്ടപ്പോ ഓടി പറഞ്ഞല്ലേ? അപ്പൊ പിന്നൊന്നും മിണ്ടിയില്ല. അല്ലല്ല, സാറ് മാറിപ്പോയി അവളല്ലേ പറഞ്ഞു. ഇന്നലെ രാത്രി വന്നതാ. ഓ, അവളെന്നിട്ട് സാറ് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? ഓ, ഇന്നലെ വരട്ടി വിട്ടു. എന്താ പരിപാടി? ഗ്രീൻമാൻ വന്നേക്കണം. പരിപാടി ഉലാക്കുന്നു. അതെ, വേറൊരു പണിയും വീട്ടിലില്ലാത്തത് കൊണ്ട് റോട്ടിൽ വന്നിട്ട് ഇങ്ങനെ നടക്കുക. വീട്ടിൽ കിടന്നാ ഉറങ്ങി എണീക്കും. അപ്പൊ ഇവിടെ വന്ന് ഒന്ന് നടക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ മൈലാഞ്ചി മരം പന്തലിച്ച് നിൽക്കണം. അങ്ങോട്ട് നോക്കൂ, ആ മരം നോക്കൂ. അല്ല, ഇത് മറ്റേ പ്രോ ആക്റ്റീവ് ആണ്. അവരുടെ വണ്ടി അവര് കഴിവണതാ. ഇതുവരെ സ്പോർട്സിന്റെ ആണെന്ന്. ഓ, സ്പോർട്സിന്റെ എന്തോ ക്ലിനിക്കാണത്. അതുകൊണ്ടാ എന്ത് ക്ലിനിക്കാണെന്ന് എനിക്ക്. ഓർത്തോ ഫിസിയോതെറാപ്പി ക്ലിനിക്ക്. നിങ്ങളെ ഇങ്ങനെ ഹാപ്പി ആയി നടക്കുമ്പോഴേ അസൂയ വരുന്നു ഗ്രീൻമാന്. അതെന്താടാ? എടാ, ഞങ്ങള് വഴക്ക് കൂടിയാലും വീട്ടില് മാത്രമേ ആ വഴക്കുള്ളൂ. അപ്പൊ എത്ര വഴക്ക് കൂടിയിരിക്കുകയാണ്, പിണങ്ങിയിരുന്നാലും വെളിയിൽ പോകുമ്പോ നമ്മളിതുവരെ വഴക്കേ കൂടിയിട്ടില്ല അല്ലേ? നമുക്ക് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് വീട്ടിൽ വഴക്ക് കൂടും, മിണ്ടാണ്ടിരിക്കും, അങ്ങനെ പലതും ചെയ്യും. ഇപ്പൊ വീട്ടില് ഗസ്റ്റ് വന്നാലും ശരി, അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയാലും ശരി, നമ്മൾ തമ്മിലൊരു പിണക്കവും ഇല്ല അല്ലേ? അല്ലെങ്കിൽ വെളിയിൽ പോകുമ്പോ പിണക്കം കുറവാ, അടിയ കൂടുതല്. അടി കുറവാ. അല്ല, അവരെന്തെങ്കിലും പറഞ്ഞാ പോരാ, അടിയാ കൂടുതൽ. ഞാൻ നിന്നെ എപ്പോഴും അടിച്ചു. അങ്ങനത്തെ അടിയല്ല ഉദ്ദേശിച്ചത്. എന്റെ പോലെ വഴക്കുണ്ടാവാറില്ലേ? അത് കൂടുതൽ നേരം നീണ്ടു നിൽക്കൂലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ആണോ? പിന്നെ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും? ഞങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, നിങ്ങളും കഴിച്ചോന്ന് ചോദിക്കണ്ടേ? ആ, ഇതന്നെ നമ്മൾ വഴക്കുണ്ടാക്കുന്ന റീസൺ. നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ എന്ന്. ആ, വഴക്കൊന്നുമല്ലടാ. നിക്ക്, റോഡ് ക്രോസ് ചെയ്യാം. ഗ്രീൻമാൻ ഫുഡ് കഴിച്ചാ? അതെന്താടാ ഒരു ഗ്രീൻമാനിന് പേരിട്ടത്? ആ, നമ്മുടെ വണ്ടി ഇതാണ്ട കട്ടപ്പുറത്ത് മോളി ഇരിക്കുന്നു. അതെ, നമ്മളെ വണ്ടിയാണ് കഴുകുന്നത്. കണ്ട, നമ്മുടെ വണ്ടി കഴുകുന്നേ. ആ, നിന്റെ പ്രാക്കാണ്. കൊള്ളാം. പച്ച മനുഷ്യനാ? അതൊന്ന് പച്ച മനുഷ്യൻ ഗ്രീൻമാൻ. എന്റെ പാർക്കാണ്, പറയില്ല കേട്ടോ. പ്രാക്കാണ് എന്റെ പ്രാക്കാണ്. എന്തിന്? ആ, ഇപ്പൊ അസൂയ എന്ന് പറഞ്ഞിട്ട് ട്രാക്ക് ചെയ്തോ. പച്ച മനുഷ്യൻ. നമ്മളെന്താ കറുത്ത മനുഷ്യന്മാരാണ്. അതന്നെ, അവന്റെ ഗ്രീൻമാൻ എന്നുള്ള പേരിന് മലയാളം പറഞ്ഞതാ. ഓ, വരണം.